നമസ്കാരം, നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വിളയൂർ എടപ്പലം സ്കൂളിൽ MSF പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ 6 SFI പ്രവർത്തകർക്കെതിരെ കൊപ്പം പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വിളയൂർ എടപ്പലം PTM എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാനാധ്യാപകനെ കാണാനെത്തിയ MSF പ്രവർത്തകരെ മർദ്ദിച്ചതായാണ് പരാതി. പരിക്ക് പറ്റിയ MSF വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ്, എടപ്പലം പൂവത്തിന് ചുവട് വെള്ളാട്ടെ ഗുലാം മുഹമ്മദ് ഇർഫാൻ, കരിങ്കനാട് വരമംഗലത്തെ ഫഹ്മി ഫവാസ് എന്നിവരെ കൊപ്പം ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ SFI പ്രവർത്തകരായ 6 പേർക്കെതിരെയാണ് കൊപ്പം പോലീസ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. SFIയുടെ പഠിപ്പ് മുടക്കൽ സമരത്തിനിടെ ഓഫീസിലേക്ക് എത്തിയ പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്ന MSF പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ഇർഫാന്റെ കൈക്കും കഴുത്തിനും മുഖത്തിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് 6 പേർക്കെതിരെ കൊപ്പം പോലീസ് കേസെടുത്തിരിക്കുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ ജല ബജറ്റ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ജല ബജറ്റിന്റെ പ്രകാശനം നിർവഹിച്ചത്. തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസിന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ജല ബജറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K റഷീദ് അധ്യക്ഷനായിരുന്നു. മൂതുല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ P സേതലവി, PP ഉണ്ണികൃഷ്ണൻ, P പ്രസന്ന, K ബിന്ദു, M മാലതി, KP നൌഫൽ, M രാധാകൃഷ്ണൻ, KP സുപ്രഭ, ഗീത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി നഗരസഭയിൽ BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ളം നൽകും. 15,000 ലിറ്ററിന് താഴെ വെള്ളം പ്രതിമാസം ഉപയോഗിക്കുന്നവർക്കാണ് കുടിവെള്ളം സൗജന്യമായി നൽകുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. നഗരസഭാ കൗൺസിലിന്റേതാണ് തീരുമാനം. പട്ടാമ്പി നഗരസഭാ കൗൺസിലിന്റെ തീരുമാനപ്രകാരമാണ് BPL കുടുംബങ്ങൾക്ക് സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കുന്നത്. പ്രതിമാസം 15,000 ലിറ്ററിന് താഴെ കുടിവെള്ളം ഉപയോഗിക്കുന്ന BPL കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം സൗജന്യമായി നൽകുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. നിലവിലെ മുഴുവൻ BPL കുടുംബങ്ങൾക്കും ഇതിന്റെ ആനുകൂല്യം ലഭ്യമാകും. കൗൺസിൽ തീരുമാനപ്രകാരമാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും ചെയർപേഴ്സൺ സൂചിപ്പിച്ചു. ജനങ്ങളോട് നൽകിയ വാഗ്ദാനമാണ് 15,000 ലിറ്റർ വരെയുള്ള വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയി കൊടുക്കുക എന്നുള്ളത്. ഇത് BPL ലിസ്റ്റിൽപ്പെട്ട 15,000 ലിറ്റർ വരെ ഉപയോഗിക്കുന്ന ആൾക്ക് വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാന തീരുമാനം ഇന്നത്തെ കൗൺസിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. ജനങ്ങളെ അറിയിക്കുകയാണ്. ഈ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽക്കാണ് അത് പ്രാബല്യത്തിൽ വരിക എന്നുള്ളത് കൂടി അത് നമ്മൾ കണക്കെടുത്തുകൊണ്ട് വരികയാണ്. നമ്മുടെ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള മുഴുവൻ ആളുകൾക്കും 15,000 ലിറ്റർ വരെയുള്ള ഫ്രീ ആയിട്ട് വെള്ളം നൽകുന്നതിന് വേണ്ടി നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി മറ്റു കൗൺസിലർമാരും പങ്കെടുത്തു. ഓട്ടോ വിളിച്ച വാടക ചോദിച്ചതിന് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനമേറ്റതായി പരാതി. തമിഴ്നാട് സ്വദേശി ചിന്നരാജാണ് പെരുമ്പിലാവ് അംബേദ്കർ നഗർ പോക്കാക്കിലത്ത് പരേതനായ അബൂബക്കർ മകൻ ഷാജഹാനെ മർദ്ദിച്ചത്. വ്യാഴാഴ്ചയാണ് സംഭവം. പെരുമ്പിലാവ് KR ബാറിനു സമീപത്തെ ഓട്ടോ പാർക്കിൽ നിന്നും ഓട്ടോ വിളിച്ച് വീട്ടിൽ എത്തിയതിനു ശേഷം ഓട്ടോ കൂലി ചോദിച്ചതിനാണ് ചിന്നരാജ് ഷാജഹാനെ മർദ്ദിച്ചതെന്ന് പറയുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഷാജഹാനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദനം നടക്കുന്നതിനിടെ സമീപത്തെ വീട്ടുകാർ പകർത്തിയ വീഡിയോയിൽ സംഭവങ്ങൾ വ്യക്തമാണ്. ഷാജഹാൻ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ആനക്കല്ല് ക്രഷറിക്ക് സമീപം കല്ലുകൊത്ത് തൊഴിലാളിയാണ് 50-കാരനായ ചിന്നരാജ്. കാണാൻ സുന്ദരനും സുമുഖനുമായ ഓറഞ്ച് പൂച്ച, പക്ഷേ കയ്യിലിരിപ്പ് മഹാമോശം. ഓറഞ്ച് പൂച്ചയെ കരുതിയിരുന്നോളൂ എന്ന മുന്നറിയിപ്പുമായി പോലീസും രംഗത്ത്. സമൂഹമാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയ ഓറഞ്ച് പൂച്ച കുട്ടികളിൽ ആക്രമണ സ്വഭാവം വളർത്തുമെന്ന മുന്നറിയിപ്പുമായി പോലീസ്. നിർമ്മിത ബുദ്ധി അഥവാ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോകളിലെ ഒരു കഥാപാത്രമാണ് ഈ ഓറഞ്ച് പൂച്ച. ക്രൂരതയും ചതിയുമാണ് AI പൂച്ചയുടെ മുഖമുദ്ര. കൂട്ടുകാരെ വീട്ടിലേക്ക് സദ്യ ഉണ്ണാൻ ക്ഷണിക്കുകയും പിന്നീട് അവരെ വിഷം കൊടുത്തും തലയ്ക്കടിച്ചും ക്രൂരമായി കൊല്ലുകയും പിന്നീട് അവരുടെ ശരീരം വിഭവസമൃദ്ധമായ ഭക്ഷണമാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് ഈ വീഡിയോകളുടെയെല്ലാം ഉള്ളടക്കം. ആകർഷണീയമായ പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയോടെ ഓറഞ്ച് പൂച്ചയെ ഒരു വീരനായകനായി ചിത്രീകരിക്കുന്ന ഈ AI വീഡിയോകൾക്ക്
കുട്ടികൾക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കോടിക്കണക്കിന് ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരം വീഡിയോകൾ കാണുന്നത്. മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന സ്വഭാവം വളർന്നുവരാൻ ഇത്തരം വീഡിയോകൾ സ്ഥിരമായി കാണുന്നത് ഇടവരുത്തും. കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും ഇത്തരം വീഡിയോകൾ പെരുമാറ്റ വൈകല്യങ്ങൾക്കും അമിതമായ ഉത്കണ്ഠയ്ക്കും കാരണമായേക്കുകയും ചെയ്യാം എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇപ്പോൾ ഈ പൂച്ചയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് കേരള പോലീസ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു പൂച്ചയുടെ AI വീഡിയോ കണ്ടാൽ എന്താണ് പ്രശ്നമെന്ന് ചിന്തിക്കാൻ വരട്ടെ. ഇതിന്റെ അപകടവും പോലീസ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ക്ലാസ്സിലെ ഒരു കുട്ടി ദിവസവും മറ്റുള്ളവരെ പേനയ്ക്ക് കുത്താൻ തുടങ്ങി. മറ്റുള്ളവർ കരയും വരെ അത് തുടരും. വഴക്കു പറഞ്ഞാലും കുട്ടിക്ക് കൂസലില്ല. രക്ഷിതാക്കളെ വിളിച്ച് കാര്യം അന്വേഷിച്ചപ്പോഴാണ് കുട്ടി നിരന്തരം ഓറഞ്ച് AI പൂച്ചയുടെ വീഡിയോകൾ കാണാറുണ്ടെന്ന് അറിയുന്നത്. നമ്മുടെ കുട്ടികൾ എന്ത് കാണുന്നു എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും ആപ്പുകളിൽ പാരന്റൽ കൺട്രോൾ ഫീച്ചർ ഇടുകയും ചെയ്യണമെന്നാണ് പോലീസ് നിർദ്ദേശിക്കുന്നത്. കുട്ടികളിലെ പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും രക്ഷിതാക്കൾ അധ്യാപകരെ അറിയിക്കുകയും വേണം. ആവശ്യമെങ്കിൽ പോലീസിന്റെ 94 97 90 02 00 എന്ന ഡിജിറ്റൽ ഡി അഡിക്ഷൻ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യാം. ചാലിശ്ശേരി ഗ്രാമത്തിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭരണഘടനാ തലങ്ങളിൽ വിശ്വസ്തയോടെ നിയമവഴികളിൽ ജീവിതം സമർപ്പിച്ച അഡ്വക്കേറ്റ് പരമേശ്വരൻ നമ്പൂതിരി 78ന്റെ നിറവിൽ 1970-ൽ 23-ാം വയസ്സിൽ ഹൈക്കോടതിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ നിയമ ജീവിതത്തിന് തുടക്കമായത്. പട്ടിശ്ശേരി പാഴൂർ ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരി നങ്ങേലി അന്തർജനത്തിന്റെ മകനായ പരമേശ്വരൻ നമ്പൂതിരി എറണാകുളം ലോ കോളേജിൽ നിന്നാണ് നിയമബിരുദം നേടിയത്. ഋഗ്വേദവും ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്. 1973-ൽ ഗുജറാത്ത് ഗവർണർ KK വിശ്വനാഥന്റെ പേഴ്സണൽ സെക്രട്ടറിയായി 6 വർഷത്തോളം അഹമ്മദാബാദിലായിരുന്നു. 1978-ൽ സുപ്രീം കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ആരംഭിച്ചു. 1985-ൽ പല ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയും വിവിധ വിഷയങ്ങളിൽ 3 പതിറ്റാണ്ടുകാലം ഇന്ദ്രപ്രസ്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമപ്രതിനിധിയായി. അക്കാലങ്ങളിൽ സുപ്രീം കോടതി ജസ്റ്റിസുമാരായ PN ഭഗവത്, VR കൃഷ്ണയ്യർ, ബാലകൃഷ്ണ എറാഡി, ഫാത്തിമ ബീവി, ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി MS നമ്പൂതിരിപ്പാട് തുടങ്ങിയവരുമായി ഏറെ സൗഹൃദവും സ്ഥാപിച്ചു. രാജീവ് ഗാന്ധി, നരസിംഹറാവു, വാജ്പേയി, മൻമോഹൻ സിംഗ് തുടങ്ങി 4 പ്രധാനമന്ത്രിമാരുടെ ഭരണകാലത്ത് ഇന്ത്യൻ ഭരണയന്ത്രത്തിന്റെ നിയമമുഖമായി പരമേശ്വരൻ നിലകൊണ്ടു. എൻഫോഴ്സ്മെന്റ്, CBI കേസുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. 3 പതിറ്റാണ്ടിലെ നിയമവഴിയിൽ 35,000-ലധികം കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് അഡ്വക്കേറ്റ് ആയതും ഈ എക്സ്പീരിയൻസും വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ ലോ കഴിഞ്ഞു, എൻ്റെ ലോ കഴിഞ്ഞു, എന്നിട്ട് എല്ലാം കഴിഞ്ഞില്ല, ചേർന്നു, പക്ഷേ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ എന്താണ് പറയുക ഗുരുക്കന്മാരെന്ന് പറയുന്നത് VR കൃഷ്ണയ്യർ ജഡ്ജിയായിരുന്നു, സുബ്രഹ്മണ്യം പോറ്റി സാറ് ജഡ്ജിയായിരുന്നു, എറാഡി സാറ്, ബാലകൃഷ്ണ എറാഡി, ഇവരൊക്കെ സുപ്രീം കോടതിയിൽ ഒന്നുമില്ല, എല്ലാവരും സുപ്രീം കോടതിയിൽ വന്നു. വളരെ അടുത്തായി താഴ്ന്നാലും വൈസ് പ്രസിഡന്റ് ആവണതിന് മുമ്പേ തന്നെ നമ്മുടെ അവിടെ നമ്മുടെ ഇതുണ്ടായിരുന്നില്ല, ശ്രീ നാരായണ കേന്ദ്ര ഡൽഹിയിലെ, ഞാൻ സെക്രട്ടറി, അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്ന കേസിൽ കേന്ദ്ര സർക്കാരിനു വേണ്ടി സോളിസിറ്റർ ജനറലിനോടൊപ്പം ഹാജരായത് ഇദ്ദേഹമായിരുന്നു. നിയമപണ്ഡിതൻ, എഴുത്തുകാരൻ, വേദപണ്ഡിതൻ, ചരിത്രകാരൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പരമേശ്വരൻ നമ്പൂതിരി 40 വർഷത്തെ സേവനത്തിന് ശേഷം 2010-ൽ തൃശൂരിൽ തിരിച്ചെത്തി ഇപ്പോഴും സുപ്രീം കോടതിയിൽ അഭിഭാഷക വൃത്തിയിൽ തുടരുകയാണ്. നിരവധി നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. 10 വർഷമായി ബ്രഹ്മസ്വം മഠത്തിന്റെ പ്രസിഡന്റാണ്. വേദപഠന രംഗത്ത് ഗുരുവിനെ സ്മരിച്ചെഴുതിയ കുറൂർ ഉണ്ണി നമ്പൂതിരി സമ്പുടം എന്ന പുസ്തകം 2025 ജനുവരിയിൽ കേരള സാഹിത്യ അക്കാദമിയിൽ പുറത്തിറക്കിയിരുന്നു. കൂടാതെ ബ്രഹ്മസ്വം മഠത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ വരും തലമുറകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്ന കർമ്മ പദ്ധതിയിലാണ് ഇപ്പോൾ പരമേശ്വരൻ നമ്പൂതിരി. ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സീനിയർ സയന്റിസ്റ്റായി വിരമിച്ച ഡോക്ടർ IM ശാന്തയാണ് സഹധർമ്മിണി. എഞ്ചിനീയറായ P വാസു മകനും ലിബി മരുമകളുമാണ്. പോലീസുകാരന്റെ കാറിൽ കയറിയ ചേരയെ ഒടുവിൽ കൈയോടെ പൊക്കി. മലപ്പുറം ക്രൈംബ്രാഞ്ച് CI പത്മരാജന്റെ കാറിലാണ് പാമ്പ് കയറിക്കൂടിയത്. കാറിന്റെ മുൻവശം അഴിച്ചുമാറ്റി പാമ്പിനെ പിടികൂടി. കാറിന്റെ മുന്നിലെ ചില്ലിനു മുകളിൽ കണ്ട പാമ്പ് പിന്നീട് ബോണറ്റിനുള്ളിലേക്ക് ഇറങ്ങിപ്പോവുകയായിരുന്നു. ബോണറ്റ് തുറന്നു നോക്കിയതോടെ പാമ്പിനെ കാണുകയും ചെയ്തു. തുടർന്ന് വാഹനം വർക്ക്ഷോപ്പിലെത്തിച്ച് തുറന്ന ശേഷം പാമ്പിനെ പുറത്തെടുത്തു. ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാടാണ് പാമ്പിനെ പുറത്തെടുത്തത്.
പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ബ്രിഡ്ജ് കോഴ്സിന്റെ ഉദ്ഘാടനവും ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ MR രശ്മി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ 1ാം വർഷ ഡിഗ്രി പ്രോഗ്രാമിൽ ഈ വർഷം അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ബ്രിഡ്ജ് കോഴ്സ് ആരംഭിക്കുന്നത്. പുതുമയും അനിവാര്യതയുമുള്ള കോഴ്സാണ് ഇത്. കഴിഞ്ഞ 2 വർഷം വളരെ കുറച്ചു മാത്രം ഓഫ്ലൈൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളാണ് ഈ വർഷം റെഗുലർ ക്ലാസുകളിൽ ചേർന്ന് പഠിക്കുന്നത്. അവർക്ക് കോളേജ് തലത്തിലുള്ള പഠനം സംബന്ധിച്ച് അവബോധം നൽകുക, ഹയർ സെക്കൻഡറി പാഠഭാഗങ്ങളെ കോളേജ് തലത്തിലുള്ള സിലബസുകളുമായി ബന്ധിപ്പിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് ഈ കോഴ്സ് വഴി ലക്ഷ്യമിടുന്നത്. 30 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ കോഴ്സിന് 4 ക്രെഡിറ്റാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കോളേജിലെ IQC-യാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ബ്രിഡ്ജ് കോഴ്സിന്റെ ഉദ്ഘാടനവും 4 വർഷ ബിരുദത്തിന് ജോയിൻ ചെയ്ത BCom BBA വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള UG ഓറിയന്റേഷൻ പ്രോഗ്രാമുമാണ് കോളേജിൽ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MR രശ്മി നിർവഹിച്ചു. A chartered accountant, a banker, a marketer, or even a policy maker. Over the coming years, you are going to spend here. You should be able to develop many skills such as critical thinking, communication skills, management skills, real world business insight, and so on. Here you have got many young, enthusiastic, energetic and hardworking faculty members in the Department of Commerce who are always approachable. You can always take their guidance. Make the most of every lecture you attend here. Don't hesitate to ask questions. കൊമേഴ്സ് വിഭാഗം മേധാവി റോസിന ബേബി അധ്യക്ഷയായിരുന്നു. കൊമേഴ്സ് വിഭാഗം മുൻ മേധാവി VK മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ P ശ്രീജ, അബ്ദുൾ റഷീദ്, ഉണ്ണികൃഷ്ണൻ C തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 4th സെമസ്റ്ററിൽ പഠിക്കുന്ന ഇന്ത്യൻ ആർമിയിൽ കമാൻഡർ ഓഫീസറായി സെലക്ഷൻ ലഭിച്ച കോളേജിലെ 4th സെമസ്റ്റർ വിദ്യാർത്ഥിനി മാധവ് S-ന് അനുമോദനവും നൽകി. യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പടിഞ്ഞാറെ പട്ടിശ്ശേരി പരേതനായ ശ്രീകുമാർ മകൻ കണ്ണത്ത് ശ്രീരാഗാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു. പരേതയായ പത്മിനിയാണ് മാതാവ്. ശ്രുതി ഭാര്യയും സംഗീത് മകനുമാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.